വസ്തു ഇടനിലക്കാരനും ചേർത്തല സ്വദേശിയുമായ ഈ സെബാസ്റ്റ്യൻ ആള് മഹാക്രൂരനാണെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ജൈനമ്മ എന്ന് പറയുന്ന 48കാരി, ഏറ്റുമാനൂരാണ് ജൈനമ്മയുടെ വീട്. ഈ സെബാസ്റ്റ്യന്റെ ഭാര്യ വീടും ഏറ്റുമാനൂരാണ്. അങ്ങനെ ഏറ്റുമാനൂരിൽ വെച്ച് ജൈനമ്മയെ ഈ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നു. ജൈനമ്മയ്ക്ക് അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട്, മാലയും കമ്മലും വളയും ഒക്കെ ഉണ്ട്. ഏകദേശം 11 പവന്റെ സ്വർണം അവർ എപ്പോഴും ധരിച്ചിരുന്നു. ഈ സ്വർണത്തിലാണ് സെബാസ്റ്റ്യന്റെ കണ്ണ്. അങ്ങനെ സ്വർണം എങ്ങനെയെങ്കിലും വസൂലാക്കണം. അങ്ങനെ ജൈനമ്മയുടെ സ്വർണം കിട്ടാൻ വേണ്ടി സെബാസ്റ്റ്യൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം, അതായത് 2024 ഡിസംബർ 23 മുതൽ ജൈനമ്മയെ കാണാനില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ സഹോദരനും സഹോദരിയും ഭർത്താവും ചേർന്ന് പോലീസിൽ പരാതി നൽകി. ജൈനമ്മയെ കാണാനില്ല, ജൈനമ്മയെ കണ്ട് എത്തിത്തരണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. പോലീസ് അന്വേഷണം തുടങ്ങി. ലോക്കൽ പോലീസ് കുറേ അന്വേഷിച്ചു, പക്ഷേ വിവരങ്ങളൊന്നുമില്ല. തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ തന്നെ പ്രാഥമിക നിഗമനത്തിലെത്തി, ഇത് തിരോധാനമൊന്നുമല്ല, ഇതൊരു കൊലപാതകമാകാനാണ് സാധ്യത. കാരണം ജൈനമ്മയുടെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ അവർക്ക് ഈ സെബാസ്റ്റ്യനുമായുള്ള അടുപ്പം, സെബാസ്റ്റ്യനുമായുള്ള പരിചയം, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് പോലീസ് ഈ സെബാസ്റ്റ്യനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ജൈനമ്മയുടെ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ പള്ളിപ്പുറമായിരുന്നു. പള്ളിപ്പുറം, അതായത് ഈ ചേർത്തല പള്ളിപ്പുറം 9ാം വാർഡിലായിരുന്നു ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ. അങ്ങനെ അനുമാനിച്ചപ്പോൾ ജൈനമ്മ സെബാസ്റ്റ്യനെ കാണാൻ പള്ളിപ്പുറത്ത് എത്തിയിരിക്കാം എന്നൊരു നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിൽ പോലീസ് എത്തിയത്. പോലീസ് എത്തി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റ്യൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന തരത്തിലായി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നായി. അപ്പോൾ പിന്നെ ജൈനമ്മയുടെ 11 പവൻ സ്വർണത്തെക്കുറിച്ചായി ചോദ്യം. സ്വർണം സെബാസ്റ്റ്യൻ വാങ്ങിയിട്ടില്ലേ, സെബാസ്റ്റ്യൻ എടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു. സെബാസ്റ്റ്യന്റെ 2 സഹായികളെയും പോലീസ് കുടുക്കി. മനോജ് എന്ന് പറയുന്ന ഈ സ്വർണ്ണാഭരണം പണയപ്പെടുത്താൻ സെബാസ്റ്റ്യനെ സഹായിച്ച മനോജ്, അതുപോലെ തന്നെ സെബാസ്റ്റ്യന്റെ സന്തത സഹചാരിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ മറ്റൊരു മനോജ്, അങ്ങനെ 2 മനോജുമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നന്നായി ചോദ്യം ചെയ്തപ്പോൾ ഈ ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ച കാര്യമൊക്കെ തെളിഞ്ഞു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോൾ സ്വർണത്തിന്റെ കാര്യം സമ്മതിച്ചു. പിന്നെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പ് ഒന്ന് പരിശോധിക്കാമെന്നായി. ഇലവന്തൂർ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ധാരണയിൽ പോലീസ് പരിശോധിച്ചു. അപ്പോഴാണ് ഒരു ശരീരാവശിഷ്ടം കത്തിക്കരിഞ്ഞ നിലയിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ കത്തിക്കരിഞ്ഞ ഭാഗം എന്താണ് എന്നൊക്കെ പോലീസ് ചോദിച്ചു. അതിനും സെബാസ്റ്റ്യൻ കൈമലർത്തി, ഞാനൊന്നും അറിഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല എന്ന്. പോലീസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ എല്ലാം അറിയിക്കാം, ഇതൊന്ന് പരിശോധിച്ചോട്ടെ. അങ്ങനെ ഇത് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തെളിഞ്ഞപ്പോൾ തന്നെ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി പോലീസ് രേഖപ്പെടുത്തി. ഇയാളെ കസ്റ്റഡിയിലാക്കി. ഇയാളെ ബന്ദോബസ്തിലെടുത്ത് ഇയാളെ പോലീസ് പൊക്കി. കാരണം ഈ ശരീരാവശിഷ്ടം ആരുടേത്, ഇത് ആരുടെ ശരീരാവശിഷ്ടമാണ്, അത് തെളിയിക്കണം. അപ്പൊ ജൈനമ്മയാണ് മിസ്സിങ്. ജൈനമ്മയുടെ ബന്ധുക്കളുടെ, സഹോദരിയുടെയും സഹോദരന്റെയും DNA സാമ്പിൾ, രക്തസാമ്പിളുകൾ ശേഖരിച്ചു. DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ആ പരിശോധനാ ഫലം വന്നു കഴിയുമ്പോൾ അത് ജൈനമ്മയുടേതാണെങ്കിൽ കൃത്യമായും ജൈനമ്മയെ സെബാസ്റ്റ്യനും സെബാസ്റ്റ്യന്റെ സഹായികളും ചേർന്ന് വകവരുത്തിയ ശേഷം ചുട്ടുകരിച്ചതായിരിക്കാമെന്ന പോലീസിന്റെ നിഗമനത്തിന് പ്രസക്തിയേറുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തൃശങ്കുവിലാണ് അത് ആ കത്തിക്കരിഞ്ഞ ശവശരീരം ജൈനമ്മയുടേതാണോ ഒന്നാമത്തെ സംശയം. 2, ജൈനമ്മ ഇവിടെ എത്തിയതിന്റെ സംശയങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വാർത്താ പ്രേക്ഷകരുമായി പങ്കുവച്ചപ്പോൾ ചോദിച്ചിരുന്നു. ജൈനമ്മയും സെബാസ്റ്റ്യനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇവർ എവിടെ വെച്ച് പരിചയപ്പെട്ടു, ചേർത്തലക്കാരനും ഏറ്റുമാനൂരുകാരിയും തമ്മിൽ എങ്ങനെ ബന്ധം? അതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ജൈനമ്മയുടെ വീടിന് സമീപമാണ് ഈ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്. അങ്ങനെ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ സെബാസ്റ്റ്യൻ ജൈനമ്മയെ പരിചയപ്പെട്ടിരുന്നു. ജൈനമ്മയുടെ ശരീരത്തിൽ 11 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു. ആ 11 പവൻ സ്വർണവും സെബാസ്റ്റ്യന്റെ സഹായി മനോജ് പണയം വെച്ചതിന്റെ രേഖകളും തെളിവുകളും പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇപ്പോഴും ജൈനമ്മ തിരോധാന കേസിൽ ജൈനമ്മ മരിച്ചിട്ടുണ്ടോ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദ്യചിഹ്നമാണ്. ഇനി DNA പരിശോധനയുടെ ഫലം കൂടി വന്നാൽ മാത്രമേ മരിച്ചത് ജൈനമ്മയാണോ, ഈ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണോ എന്ന് തെളിയുകയുള്ളൂ. ഇത് ജൈനമ്മയുടെ കാര്യം. കുറച്ചു നാളുകൾക്ക് മുമ്പ് അതായത് ബിന്ദു പത്മനാഭൻ എന്നൊരു യുവതിയെയും കാണാതായിട്ടുണ്ട്. ആ തിരോധാന കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ പോലീസാണ്.
അന്ന് ക്രൈംബ്രാഞ്ച്, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് 11 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സെബാസ്റ്റ്യനും അതിൽ പ്രതിയാണ്. ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ 11 പേർക്കൊപ്പം സെബാസ്റ്റ്യനും പ്രതിയായിരുന്നു. എന്നാൽ പിന്നീട് സെബാസ്റ്റ്യനെ തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് വിട്ടയച്ചു. ഈ ബിന്ദു പത്മനാഭൻ മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് തീർപ്പ് കൽപ്പിക്കാനായിട്ടില്ല. അപ്പോൾ ബിന്ദു പത്മനാഭന്റേതാണോ ഈ ശരീരാവശിഷ്ടങ്ങൾ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ആ കേസ് അന്വേഷിക്കുന്നത്. അവരും പരിശോധനയ്ക്ക് മുതിരുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ സ്ഥലത്തെത്തിയാണ്, ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ ശേഖരിച്ചതും സാമ്പിള് പരിശോധനയ്ക്ക് അയച്ചതും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും സെബാസ്റ്റ്യൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഈ 2 മനോജുമാരെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ട്. അവരും നിരീക്ഷണത്തിലാണ്. ഏത് നിമിഷവും ആലപ്പുഴയിൽ നിന്ന് ഒരു ഇരട്ട കൊലപാതകത്തിന്റെ വാർത്ത ഉയർത്തെഴുന്നേൽക്കും. മരിച്ചത് ജൈനമ്മയാണെങ്കിലും ബിന്ദു പത്മനാഭൻ ആണെങ്കിലും ഇനിയിപ്പോൾ ഇവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ സത്യാവസ്ഥയൊക്കെ ഉടൻ തന്നെ പുറത്തറിയാൻ പറ്റും. ഏതായാലും സെബാസ്റ്റ്യൻ എന്ന റിയൽ എസ്റ്റേറ്റുകാരൻ അതിക്രൂരനാണ് എന്ന വസ്തുത പോലീസ് തെളിയിച്ചു കഴിഞ്ഞു.